ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ PSC ഡയറീസ്. അപ്പോൾ നമ്മുടെ സീരീസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നോക്കിയിട്ടുണ്ടായി. അതിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്കായി വാദിച്ചു. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ആരാണ് ഈ ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? ആരാണ്? 1828 രാജാ റാം മോഹൻ റായ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്ത്? ബ്രഹ്മസമാജം എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞ പോലെ സതി, ബാലവിവാഹം എന്നിവയ്ക്കെതിരായിട്ട് പോരാടുകയും വിധവാ പുനർവിവാഹം, സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1898 ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ കോഴിക്കോട് ഇതിൻ്റെ ഒരു ശാഖ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഇതാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് വിസമ്മതിച്ചത്? ഓപ്ഷൻ ഡി ആണ്. അതായത് ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീർ. പിന്നീട് ഈ പറഞ്ഞ ഹൈദരാബാദും ജുനാഗഡും കാശ്മീരൊക്കെ നമ്മുടെ ഇന്ത്യയുടെ വഴിയിൽ തന്നെ ചേരുകയുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻസ്: ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ്, CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻസ്: ബാലഗംഗാധര തിലക്, ജിജി അഗാക്കർ, DK കാർവെ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആൻസർ സി ആണ്. DK കാർവെ ആണ് ആൻസർ വരുന്നത്. 1916 മഹാരാഷ്ട്രയിലാണ് വനിതാ സർവകലാശാല, അതായത് SNDT വുമൻസ് യൂണിവേഴ്സിറ്റി ആര് സ്ഥാപിച്ചത്? DK കാർവെ സ്ഥാപിച്ചത്. ഈ DKയുടെ ഫുൾ ഫോം എന്താണ്? ദോണ്ടോ കേശവ് കാർവെ എന്നാണ് ഫുൾ ഫോം വരുന്നത്. അദ്ദേഹം ജപ്പാനിലെ വനിതാ സർവകലാശാലകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവിടെ അത് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻസ്: രാജാ രവിവർമ്മ, അവരീന്ദ്രനാഥ ടാഗോർ, നന്ദലാൽ ബോസ്, അമൃത ഷേർഗിൽ. ആൻസർ അവരീന്ദ്രനാഥ് ടാഗോർ ആണ്. ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻസ്: 1809, 1878, 1885, 1924. ഏതാണ് ആൻസർ? ബി ആണ്. 1878. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻസ്: 1951 to 52, 52 to 53, 53 to 54, 54 to 55. ഏതാണ് ആൻസർ? എ ആണ്. 51 to 52 ആണ് ആൻസർ വരുന്നത്. ഇതൊരു നമ്മുടെ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ളൊരു ചരിത്ര സംഭവമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായിരുന്നു ഇത്. 1951 ഒക്ടോബറിൽ ആരംഭിച്ചിട്ട് 1952 ഫെബ്രുവരി വരെ ഇത് നീണ്ടു നിന്നതുകൊണ്ടാണ് എന്ത് 1951, 52 കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ആയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 1 കണ്ടിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ആരാണ്?
ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഓപ്ഷൻ സി ആണ്, മൂന്നാമത്തെയാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള, മലയാളി മെമ്മോറിയൽ. ആൻസർ ഡി ആണ്, അതായത് 1, 4, 3, 2. അപ്പോൾ ഇന്നാണ് കുണ്ടറ വിളംബരം നടന്നത് 1809. അപ്പോൾ എന്താണ് ഈ കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയൊരു വിളംബരമാണ് എന്ത്, കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അടുത്തത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ എന്താണ്, സർക്കാർ സർവീസിൽ തിരുവിതാംകൂർക്കാർക്ക് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചൊരു നിവേദനമാണ് എന്ത്, മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതെന്താണ്, 1891. നെക്സ്റ്റ് മാപ്പിള ലഹളയാണ്, 1921. മലബാർ ലഹള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തിനും ജന്മിത്വത്തിനും എതിരായിട്ട് നടന്ന ഒരു പ്രധാന പോരാട്ടമാണ്. പിന്നെ ഇതാണ് വൈക്കം സത്യാഗ്രഹം, 1924-25. 1924-25 വരെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ക്ഷേത്രനിരത്തുകളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനായിട്ട് നടത്തിയ ആദ്യത്തെ സംഘടിത ഐത്തോച്ചാടന സമരമാണ് എന്ത്, വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, മാപ്പിള ലഹള, വൈക്കം സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇവിടെ പരിവേഷങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇതാണ് ആൻസർ, ബി ആണ്, അതായത് 1, 2, അതുപോലെ 4. ശരി. അപ്പോൾ എന്തുകൊണ്ടാണ് മൂന്നാമത്തെ തെറ്റായത്? ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്താണോ? അല്ല, ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. അത് എവിടെയാണ്? തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ള തുമ്പയിലാണ്. 1963 അത് സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങളുണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. PSCയുടെ ആൻസർ കീ പ്രകാരം ഇതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ്, 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ പ്രസിഡന്റ് 32ാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന, ഡി ആണ്, അതായത് 1, 2, 3 പ്രസ്താവനകൾ മാത്രമാണ് ശരിയാണത്. എന്തുകൊണ്ടാണ് 4ാമത്തെ പ്രസ്താവന തെറ്റായത്? ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 21ാം വകുപ്പ് അഭിപ്രായ സ്വാതന്ത്ര്യമാണോ? 21ാം വകുപ്പ് ജീവിക്കാനുള്ള അവകാശത്തെയും, അതായത് റൈറ്റ് ടു ലൈഫിനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയുമാണ് എന്ത് സംരക്ഷിക്കുന്നത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം 19ാം വകുപ്പിലാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കാൻ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ബി ആണ്, അതായത്
2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ 2019 ഭേദഗതി പ്രകാരം വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇപ്പോൾ നിലവിലുള്ളൊരു നിയമം അനുസരിച്ച് ഈ കാലാവധി എന്താണ്? 3 വർഷമാണ്. പഴയ നിയമത്തിലേതുപോലെ 5 വർഷം അല്ല. പ്രായപരിധി എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷണർമാർക്ക് പദവിയിൽ തുടരാവുന്ന പ്രായപരിധി 60 വയസ്സെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ പരമാവധി പ്രായം 65 വയസ്സാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? D ആണ്, അതായത് 2ഉം 3ഉം മാത്രം ശരി. അപ്പോൾ ഒന്നാമത്തെ തെറ്റാനുള്ള കാരണം എന്താണ്? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ഇതിൽ പറയുന്ന പ്രസ്താവന. എന്നാലല്ല, മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി സർക്കാരിൻ്റെ കാലത്താണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? ഓപ്ഷൻസ്: 1947 ഓഗസ്റ്റ് 15, 1949 നവംബർ 26, 1950 ജനുവരി 24, 1950 ജനുവരി 26. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A സബ്സെഷൻ എ വകുപ്പ്, 51A സബ്സെഷൻ ബി വകുപ്പ്, 51A സബ്സെഷൻ ഇ വകുപ്പ്, 51A സബ്സെഷൻ ജി വകുപ്പ്. ഏതിലാണ്? ഓപ്ഷൻ എ ആണ്. 51A സബ്സെഷൻ എ വകുപ്പിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻസ്: 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്, 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ച്, 1924 ബൽഗാം സമ്മേളനത്തിൽ വെച്ച്, 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച്. ഏതാണ്? കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് അല്ലേ? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? 14-ാം വകുപ്പ്, 16-ാം വകുപ്പ്, 18-ാം വകുപ്പ്, 24-ാം വകുപ്പ്. ആൻസർ 16-ാം വകുപ്പാണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന 3ാമത്തെ പ്രസ്താവന മാത്രമാണ്. അതായത് 1947 ഓഗസ്റ്റ് 15 ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എന്തുകൊണ്ടാണ് തെറ്റായത്? ഇന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26 നമ്മുടെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഈ ചിഹ്നം സ്വീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ നാളെ നോക്കുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് പേപ്പർ 1 കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു എവരിവൺ.